അപ്പോൾ ഈ നമ്മൾ ഇന്നൊരു VR കളിക്കാൻ വന്നതായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ മീറൊക്കെ എടുത്ത് നമ്മൾ ഫോണാണ് വിളിക്കുന്നത്. പക്ഷേ നമ്മുടെ മൈക്ക് പറഞ്ഞ് കളിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഒരു പോയി ഡബ് ചെയ്താണ് പറയുന്നത്. അപ്പോൾ നമ്മൾ VR കളിക്കാൻ പറയുന്നത് നമ്മളവിടെ എക്സ്ലോക്കോ അഭിഷേകും ഉണ്ട്. എക്സ്ലോക്കോ അഭിഷേകും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് VR ഗിൽഡ് വിഷയം കളിക്കാൻ വെറുതെ ഞാൻ കരുതാണ്. അപ്പം ബിൽഡോർ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ബിൽഡ് ഉള്ള ആരും അങ്ങനെ വന്നിട്ടില്ല. നമ്മൾ 3 പേരെ ഉള്ളായിരുന്നു. അപ്പോൾ ബിൽഡോർ നമ്മൾ ചെറിയൊരു VR പോയി. അതെ, അപ്പം നമ്മളിവിടെ കുറച്ച് അത്യാവശ്യം കൂട്ടൊക്കെത്തുന്നുണ്ട്. നമ്മൾ എക്സ്ട്രോക്ക് പറഞ്ഞ് നമ്മൾ അങ്ങേ അറ്റത്ത് പോയി ഇറങ്ങുവാണെങ്കിൽ നമുക്ക് പ്ലസ് കയറുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പം നമ്മൾ അറ്റത്ത് പറഞ്ഞ് ഇറങ്ങിയിരുന്നത്. അപ്പോൾ നമ്മൾ സോൺ സ്റ്റിങ്ങിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ലൂപ്പിലൊക്കെ തിരക്കിലായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അഭിഷേക് നമ്മുടെ അടുത്ത് പറഞ്ഞ് സോൺ സ്റ്റിങ് വരുന്നുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് പേടിച്ച് വരുന്നുണ്ട്. ഞങ്ങൾ ഓണം നോക്കി. അപ്പോഴാണ് എൻ്റെ വണ്ടി കിട്ടിയെന്ന് പറഞ്ഞത്. വണ്ടി ഞങ്ങൾ വണ്ടി എടുത്തിട്ടെത്തി. അപ്പോഴാണ് എക്സ്ലോപ്പ് സോണ്ടാത്ത് നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫസ്റ്റ് സോണായിട്ട് ഞങ്ങൾ ഡാമേജ് കിട്ടുമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് സോണായിരുന്നത്. ആൾക്കാരെ ഓർത്തില്ല. വേറെ ഓടിയെന്ന് അഭിഷേക് വണ്ടി കയറി നരി എക്സ്ലോക്കോ നരിയാണ് നമ്മൾ വിളിക്കുന്നവൻ്റെ ഗെയിമിൻ്റെ എക്സ്ലോക്ക് എന്നാണ്. അപ്പം അവൻ ബൈക്ക് എടുത്തുകൊണ്ട് വന്നപ്പോൾ നമ്മൾ വണ്ടി കയറാൻ പറഞ്ഞപ്പോൾ അവൻ്റെ വണ്ടിയിൽ ബാക്കിൽ തന്നെ കയറിയിരുന്നു. അപ്പോൾ അഭിഷേക് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുന്നില്ല. അവൻ്റെ സ്കിന്നില്ല. സ്കിന്നിട്ട് പോകുന്ന കൊടുത്തരും. അവൻ ഇറങ്ങി അവനെ പിടിച്ച് ഇറക്കി. എന്നിട്ട് ഞാൻ വണ്ടി എടുത്ത് നമ്മളിവിടെ നിന്ന് പോകാൻ നോക്കുവാണ്. അപ്പോൾ ഇവിടെ പാലത്തിന് അവിടെ അപ്പോൾ പിന്നെയും പേടിച്ച് ഫസ്റ്റ് തോന്നാതെ പിന്നെയും മറന്നുപോയി. പിന്നെ പേടിച്ച് പിന്നെ ഫോണിനകത്ത് കയറിയപ്പോൾ പിന്നെ ഫസ്റ്റ് തോന്നാ പിന്നെ മനസ്സിലായപ്പം പിന്നെ വണ്ടി ഫോണിനകത്തോടെ കയറ്റി ഞങ്ങൾ പോയി. പിന്നെ എൻ്റെ ഇവിടെ എത്തിയപ്പോൾ ഞാൻ പാലത്ത് ഈ വണ്ടി കിടന്നു കണ്ടില്ല. ഞാൻ പെട്ടെന്ന് വേറെ വണ്ടി വിളിച്ചു വെച്ചു. ഞാൻ പെട്ടെന്ന് വണ്ടി അവിടെ കാറൊക്കെ കൊണ്ട് ഇടിച്ച് കയറ്റി വെച്ചു. പിന്നെ ഈ പാലത്ത് കൂടെ ഞങ്ങൾ പിന്നെ പോയി അപ്പോൾ ചോദിച്ചപ്പോൾ നമ്മൾ പോകുന്നത് നരി വണ്ടിയും ചാടിക്കളഞ്ഞു. അതായത് എക്സ്ലോക്ക് വണ്ടിയും ചാടിക്കളഞ്ഞു. എന്നിട്ട് ഇത് സ്മോക്കാണ്ട് എടുത്തിട്ടിരുന്നു. അപ്പോൾ തന്നെ ആടിപ്പോയെന്ന് വേണ്ടാവും പറഞ്ഞത്. അടുത്തോട്ട് വന്നപ്പോൾ നമ്മൾ നൈസിൽ വണ്ടി എടുത്ത് കളഞ്ഞു. എൻ്റെ പിന്നെ അവർ നമ്മളെ ടീമേറ്റ് എടുത്ത് കൊണ്ട് ചാടി. അഭിഷേകം കയറാൻ നരി ഓടിക്കരുത്. അതായത് എക്സ്ലോക്ക്. എന്നിട്ട് അഭിഷേകിനെ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞ് നിർബന്ധമായിരുന്നു. പക്ഷെ നമ്മൾ സമ്മതിച്ചില്ല. നമ്മൾ പിടിച്ച് വണ്ടി കയറാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് മെഡിക്കിട്ടുണ്ട് കയറി. അപ്പോൾ അഭിഷേക് വണ്ടി കയറി. അപ്പോൾ അവനെ പിന്നെ പിടിച്ച് ഇറക്കാൻ നോക്കി. സമ്മതിച്ചു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞിറക്കി. എന്നിട്ട് പിന്നെ ഞാൻ വണ്ടി എടുത്ത്. അപ്പോൾ എന്നിട്ട് നമ്മൾ പയ്യെ വണ്ടി വിട്ട് എന്നിട്ട് നമ്മുടെ മറ്റേ ടീമേറ്റിൻ്റെ അടുത്തോട്ട് പോകാതായിരുന്നു. അപ്പോഴേക്ക് അഭിഷേക് പറഞ്ഞ് ഒക്കെ ലൂട്ടൊക്കെ എടുത്ത് വൈകിയാണ്ട് എന്നായി അവൻ കളിച്ചു ഒറ്റയ്ക്ക് ചെയ്യുന്നോളും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ലൂട്ട് എടുക്കാൻ വേണ്ടി ചെന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ എത്തി. ഇവിടെ കുറച്ച് ലൂട്ടൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ലൂട്ടൊക്കെ ഫസ്റ്റ് നമ്മൾ 3 പേരുള്ളതുകൊണ്ടാണ് സ്പീഡ് കാണുന്നുണ്ട്. അധികം കുറച്ച് വെയിറ്റ് ചെയ്ത് അപ്പോഴേക്ക് എൻ്റെ ആംബിഷൻ്റെ റേഞ്ച് പോയി. അപ്പോൾ ഞാൻ എൻ്റെ ഹോട്ട്സ്പോട്ട് സഹായിച്ചു മനസ്സില്ല എൻ്റെ ഹോട്ട്സ്പോട്ട് കൊടുത്ത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ലൂട്ട് എടുത്ത് വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ ലൂട്ട് എടുത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ റേഞ്ച് പോയി തുടങ്ങി ശ്രദ്ധിച്ചില്ല. ലൂട്ടൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി കയറി. എന്നിട്ട് എക്സ്ലോക്ക് പറഞ്ഞാൽ അവിടെ അടി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഞാൻ വണ്ടി എടുക്കാൻ പോയി. അപ്പം വണ്ടി ഒരുത്തനുള്ളു നമുക്ക് അടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നിന്നു. അപ്പോഴേക്കും എൻ്റെ നെറ്റ് പെട്ടെന്ന് പോയി. എൻ്റെ നെറ്റ് പോയി 99+ വന്നു. അപ്പോൾ എൻ്റെ നെറ്റ് പോയാണ് ഇപ്പോൾ കുറേയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അവന്മാരാവും നെറ്റിനെ കൊന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോഴേക്കാണ് സോൺ വരുന്നുണ്ട്. എനിക്ക് കാണാൻ പറ്റത്തില്ല. എൻ്റെ നെറ്റ് പോയിരിക്കുമായിരുന്നു. അപ്പോൾ അവന്മാരെ സോൺ വരുന്നുണ്ടെന്ന്. എന്നിട്ട് അവന്മാർ എനിക്കൊന്ന് വെയിറ്റ് ചെയ്തു കുറേ നേരം. എന്നിട്ട് ആണ് അവന്മാർ പോയത് വരുന്നു. അതുവരെ ഞാൻ ഇങ്ങനെ വെറുതെ ഇവിടെ എനിക്ക് നെറ്റില്ലാത്തതുകൊണ്ട് ഇല്ലാതെ ഞാൻ കുറേ നേരം
സോൺ വന്നപ്പോൾ ഞാൻ നെറ്റില്ല, എനിക്ക് ഓടാൻ പറ്റത്തില്ല. ഞാൻ അവിടെ സോൺ കയറി ചാത്തുന്നു. എന്നിട്ട് ഞാൻ കുറേ നേരം ഇവിടെ കുത്തിയിരിക്കുമായിരുന്നു. അപ്പോൾ അവന്മാരത്തെ പോകാൻ പറഞ്ഞു. അവന്മാർ ഇപ്പം ഈ ടൈമിൽ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവന് കോൾ ചെയ്തത്. അപ്പോൾ അവൻ പറഞ്ഞു അവൻ ഇപ്പോഴും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നിക്കുന്നതായിരിക്കും ഇവിടെ നിൽക്കാനായിട്ട്. ഞാൻ പിന്നെ ഇവിടെ കുറച്ച് നിന്ന് നിൽക്കുമായിരുന്നു. പിന്നെ നെറ്റ് വന്നപ്പോൾ നെറ്റും എനിക്കില്ലേ പിന്നെ നെറ്റില്ലാതെ ഇങ്ങനെ വെറുതെ. അപ്പോൾ നോക്കുമ്പോൾ അവന്മാരുടെ നെറ്റ് ചെറുതായിട്ട് വന്നപ്പോൾ അവൻ്റെ വണ്ടി പൊട്ടിക്കൊടുക്കുന്നു. ഞാൻ കോൾ ചെയ്ത് ചോദിച്ചപ്പോൾ അവന്മാർ പറഞ്ഞ് നമ്മുടെ സോണിൻ്റെ അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ മറ്റേ കാർഡ് സാധനമില്ലേ അതായിട്ട് വലിയ നെറ്റില്ലാത്തതുകൊണ്ടാണ്. എൻ്റെ പയ്യെ എൻ്റെ എക്സ് കുറഞ്ഞ ഞാൻ കണ്ട്. അപ്പോൾ നെറ്റും വന്നു. അപ്പോൾ ഞാൻ ചത്തില്ല, ഇത്രയും ചത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ നേരെ ഇവിടുന്ന് ഒറ്റ ഓട്ടോ ഈ സാധനം പൊട്ടിച്ച് കുറച്ച് പോയി ചെറുതായിട്ട് കൂട്ടിയിട്ട് ഒറ്റ ഓട്ടോ ഓടി ഇവിടുന്ന്. അപ്പം റെസിപ്പി കൂട്ടുവാണെങ്കിൽ അതിൻ്റെ ഇവിടുന്ന് നേരെ ഓടിക്കോളം പറഞ്ഞു. അപ്പം അവന്മാർക്കൊക്കെ അവിടുന്ന് ആടി കിട്ടി തുടങ്ങി. അപ്പോൾ അവന്മാർ പറഞ്ഞ് ഞാൻ നേരെ ഓടി ചെല്ലാമെന്ന് ചോദിച്ചപ്പോൾ അവന്മാർ പറഞ്ഞ് എടാ ഇങ്ങോട്ട് വേണ്ട, മേലോട്ട് വെക്കോളാൻ പറഞ്ഞു. ഇങ്ങോട്ട് വേണ്ട. അപ്പം ഞാൻ ഇങ്ങോട്ട് പോയാൽ അപ്പം പറഞ്ഞു അല്ലാതെ ഇങ്ങോട്ട് വേണ്ട, മേലോട്ട് പോയാൽ മതി, അവിടെ സ്കോഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നൈസായിട്ട് മേലോട്ട് കയറിയിട്ടുണ്ട്. മേലോട്ട് മഷ്റൂം വലിച്ച് പയ്യെ മേലോട്ട് കയറി. അപ്പോഴാണ് നമ്മുടെ അഭിഷേക് നോക്കായിട്ട് പോയി അവിടെ കേസ്. അപ്പോൾ ഞാനും വേറെടുത്തിനും കൂടെ ഉള്ള കേസ്. അപ്പോൾ നമ്മളെ രക്ഷയൊക്കെ നമ്മൾ വെക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നമുക്ക് ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ട്, എങ്ങനെയാണ് എന്ത് ചെയ്യണം, എവിടെ ഇനിമ്പുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ അനുസരിച്ച് ഓടി ഫാക്ടറി ചെന്ന് പൊക്കാന്നാണ് വിചാരിച്ചത്. നമ്മൾ ഫാക്ടറി ചെന്ന് പൊക്കാന്ന് വെച്ചാൽ ഫാക്ടറിയോട് ഓടിപ്പിടച്ച് പോവായിരുന്നു. അപ്പോൾ അവിടെ വണ്ടികളൊക്കെ കിടക്കുന്നത് അവൻ പറഞ്ഞപ്പോൾ നമ്മൾ വണ്ടി കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു മെഡിക്കിറ്റ് അടിച്ച് അങ്ങനെ പണിയിട്ട് വരുന്നു. നമ്മൾ പുറത്തോട്ടിങ്ങനെ ഓടി സോൺ കൊണ്ട് പുറത്തോട്ട് ഓടുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ സോണിൻ്റെ കയറാൻ വേണ്ടി കയറി സോണി ഓടിപ്പിടച്ച് കയറി. അപ്പോൾ നോക്കുമ്പോൾ അവിടെ നമ്മുടെ ടീമായിട്ട് ഫൈറ്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല അടിയായിട്ട് പെട്ടെന്ന് പോലെ കൈ കിട്ടുകൊണ്ടിട്ട്. അപ്പോൾ നൈസൊരു സൂപ്പർ മുഡ് നമ്മുടെ കയ്യിൽ വന്ന് ഇവിടെ ചാടി വന്നപ്പോൾ അടുത്ത് നമുക്ക് പിന്നെ അടി കിട്ടാൻ ഒരു പേടി. പിന്നെ കയറിച്ച് നിന്നപ്പം നേരെ റഷ്യ പാടി കിട്ടി. പെട്ടെന്ന് പിന്നെ ഒരു ഗ്ലൂ ഇട്ടേച്ച് നമ്മുടെ ടീമേറ്റ് അവിടെ നിന്ന് അവന്മാർ നല്ലൊരു കൃഷി ചെയ്തുണ്ട്. നമ്മളിവിടെ നിന്ന് പയ്യെ വണ്ടി എടുത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് വണ്ടി എടുത്ത് ഇവിടുന്ന് നേരെ വണ്ടി എടുത്ത് റോഡിലോട്ട് കയറ്റി ഇവിടെ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ലാസ്റ്റ് സോണാണ് യൂസ് ചെയ്ത്. ലാസ്റ്റ് സോണാണ് ഇവിടെ. അപ്പോൾ നമ്മൾ നേരെ വണ്ടും കൊണ്ട് റോഡിൽ തന്നെ കറങ്ങാന്ന് വെച്ചാൽ റോഡിൽ നിറച്ച് എനിമീസ്, വട്ടത്തെ എനിമീസ്. അപ്പോൾ നമ്മൾ നേരെ ഒരുത്തിന് ഇടിച്ച് തന്നിട്ട് നമ്മൾ പയ്യെ കറങ്ങി നിൽക്കുവാണ്. റോഡ് ഫുൾ എനിമീസ് വണ്ടിയും കൊണ്ട് കറങ്ങി നടക്കുക. പയ്യെ ഇവിടെ കറങ്ങി നിന്ന്